ഇത് പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിലെ 25 ഏക്കറോളം വരുന്ന തരിശായ കുന്നിൻ പ്രദേശം. കാടും പടർപ്പും കയറി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന മലമ്പ്രദേശം വ്യത്യസ്ത കൃഷി സമ്പ്രദായങ്ങളിലൂടെയും കൃഷി പരിപാലന മുറകളിലൂടെയും അഭൂതപൂർവമായ നേട്ടമാണ് ഇവർ കൈവരിച്ചത്. ഈ 25 ഏക്കർ കരഭൂമിയിൽ പ്രധാനമായും നിരയിട്ട് നിൽക്കുന്നത് കപ്പയാണ്. അതിനു പുറമെ വിവിധ ഇനം വാഴ, പച്ചക്കറികൾ, ചേമ്പ്, ചേന, കാച്ചിൽ മുതലായവ ഈ മലയോര മേഖലയെ പൂവണിയിക്കുന്നു. ശാന്തിഗിരി ആശ്രമത്തിൻ്റെ പ്രധാനപ്പെട്ട 3 കർമ്മങ്ങളാണ് അന്നദാനം, ആതുര സേവനം, ആത്മബോധനം. ഇവിടെ വരുന്ന എല്ലാ സന്ദർശകർക്കും ഭക്തർക്കും എല്ലാം തന്നെ ഏത് സമയം വന്നാലും എന്താണോ ആശ്രമത്തിലെ ആഹാരം അവിടെ ഉള്ളവർ കഴിക്കുന്നത് അത് ഷെയർ ചെയ്ത് കഴിക്കുക എന്നുള്ളൊരു സ്വഭാവം ഗുരു തുടക്കത്തിലേ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗുരുവിൻ്റെ ആത്മീയ ജീവിതത്തിൽ എത്രയോ നാളുകൾ പട്ടിണിയുടെ കാലഘട്ടങ്ങളായിരുന്നു. ആ സമയത്ത് ഗുരു പ്രാർത്ഥിച്ചത് ഒരു കപ്പക്കഷ്ണം കിട്ടിയാലും അത് ഞാൻ എല്ലാവരുമായി പങ്കുവെച്ച് കഴിക്കുക എന്നുള്ള ഒരു ആഗ്രഹം. ദൈവത്തോടുള്ള ആ ഒരു പ്രാർത്ഥനയുടെ സ്നേഹമാണിന്ന് ശാന്തിയിൽ വിപുലമായി അറിയപ്പെടുന്ന അന്നദാനം എന്ന് പറയുന്നത്. ഈ അന്നദാനത്തിന് വേണ്ട സാധന സാമഗ്രികൾ നമ്മൾ നമ്മുടേതായ കൃഷിഭൂമികളിൽ കൂടുതൽ വിളയിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കൃഷി എന്ന് പറയുന്നത് ഈ ഒരു കർമ്മവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കൃഷി സംവിധാനങ്ങൾ നമ്മുടെ കൂടുതൽ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു സ്വഭാവത്തിൽ നമ്മുടെ കൃഷിഭൂമികൾ പാരമ്പര്യ കൃഷിയിലൂടെ കൃഷി ചെയ്താൽ മാത്രം തന്നെ അത് മതിയാകാത്ത ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. ശാന്തിഗിരിയുടെ 17 ബ്രാഞ്ച് ആശ്രമങ്ങൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ എല്ലാ ആശ്രമങ്ങളിലും ബന്ധപ്പെട്ട് കൃഷിഭൂമികൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് കൃഷിഭൂമിയിലെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞുകുട്ടി മുതൽ ആബാലവൃദ്ധം ജനങ്ങളെ ഉൾപ്പെടുത്തിച്ചുകൊണ്ട് കൃഷിയെ ഒരു വ്യാപകമായ സംരംഭമാക്കി ഒരു ആത്മീയ പ്രസ്ഥാനം എന്ന നിലയിൽ ശാന്തിഗിരിക്ക് ഏറ്റവും നല്ല രീതിയിൽ അത് റോൾ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ഇത് ഒരു കൃഷി എന്ന് പറഞ്ഞാൽ ഒരു വ്യവസായത്തിനുപരിയായി ഒരു ആത്മീയമായ ഒരു കർമ്മമായി ഒരു കർമ്മ മേഖലയായി മാറ്റിക്കൊണ്ട് സെൻട്രൽ ഏജൻസികൾ, കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്റുകൾ, നോൺ ഗവൺമെൻറ്റൽ ഏജൻസികൾ, പലതരത്തിലുള്ള ഗവൺമെൻറ് ഏജൻസികളായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ വ്യാപകമായ കൃഷിരീതികൾ നടത്തി വരുന്നു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കിഴങ്ങുവർഗ വിളയായ മരച്ചീനി, കൊള്ളിക്കിഴങ്ങ്, കപ്പ, ചീനി, മരക്കിഴങ്ങ് തുടങ്ങി വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു. ഇന്ത്യയിൽ 3 നൂറ്റാണ്ടുകളായി കൃഷി ചെയ്തു വരുന്ന മരച്ചീനിയെ പോർച്ചുഗീസുകാരാണ് തങ്ങളുടെ കോളനിയായിരുന്ന ബ്രസീലിൽ നിന്നും 17-ാം നൂറ്റാണ്ടിൽ ഇവിടേക്ക് എത്തിച്ചത്. 2ാം ലോക മഹായുദ്ധകാലത്ത് ഭക്ഷ്യക്ഷാമം പിടിപെട്ടപ്പോൾ പ്രധാന ഭക്ഷ്യവിഭവം എന്ന നിലയിൽ മരച്ചീനിയുടെ സാധ്യത മനസ്സിലാക്കി തിരുവിതാംകൂറിൽ കപ്പ കൃഷി ജനകീയ കൃഷിയാക്കി മാറ്റിയത് വിശാഖം തിരുനാൾ മഹാരാജാവാണ്. ദേശീയ ഉൽപാദനത്തിൽ 54% വരെ സംഭാവന നൽകുന്ന കേരളത്തിലെ മരച്ചീനി വിളകൾ മറ്റ് കിഴങ്ങ് വിളകളിൽ നിന്നും സ്ഥലവിസ്തൃതിയിലും ഉൽപാദനത്തിലും 1ാം സ്ഥാനത്താണ്. നല്ല ചൂടും സൂര്യപ്രകാശവും മരച്ചീനിയുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. ജലസേചന സൗകര്യമുണ്ടെങ്കിൽ മഴ തീരെ കുറവായ പ്രദേശങ്ങളിലും കൃഷി ചെയ്യാം. വരൾച്ചയെ ഒരു പരിധിവരെ ചെറുക്കാനുള്ള കഴിവും ഇതിനുണ്ട്. എങ്കിലും നട്ടയുടൻ ആവശ്യത്തിന് ജലാംശം ആവശ്യമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശാന്തിഗിരിയുടെ അഗ്രികൾച്ചർ സോണിലാണ്. ഇവിടെ ചേന, ചേമ്പ്, പാവൽ, പടവലം, വെള്ളരി തുടങ്ങി വിവിധ ഇനം പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മളോടൊപ്പം അഗ്രികൾച്ചർ വിങ്ങിൻ്റെ ജനറൽ സൂപ്പർവൈസർ ശ്രീ ബൈജു നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് കൂടുതൽ കൃഷി വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ബൈജു, ഇവിടെ എത്ര കൃഷിഭൂമിയിലാണ് ശരിക്കും എന്തെല്ലാം കൃഷി ഇനങ്ങളാണ് ഇവിടെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്? ഇവിടെ നമ്മൾ 25 ഏക്കർ ആണ് ഈ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പം ശാന്തിഗിരിയിലെ ഗുരുവിൻ്റെ നിർദ്ദേശാനുസരണമാണ് ഇവിടെ കൃഷി ആരംഭിച്ചത്. ശാന്തിഗിരിയിൽ നടക്കുന്ന അന്നദാനത്തിന് ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക്
യോജിച്ചു വരുന്ന രീതിയിലുള്ള കൃഷി ആണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത് കപ്പയാണ്. നമ്മൾ മെയിനായിട്ട് ആശ്രമത്തിലെ അന്നദാനത്തിന് കപ്പ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം കപ്പ നമുക്ക് നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ചത് നമുക്ക് വളരെയധികം ഗുണമുള്ളതുമായതുകൊണ്ട് ആ ഇത് നമ്മളിവിടെ ഉപയോഗപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പലതരത്തിലുള്ള വാഴകൾ, പച്ചക്കറി ഐറ്റംസായ പടവലം, അച്ചിങ്ങാപ്പയർ അതായത് നീളം പയർ, വെള്ളരി, പാവൽ, കോവയ്ക്ക, കത്രിക്ക, അങ്ങനെ പലതരത്തിലുള്ള പച്ചക്കറികൾ നമ്മളിവിടെ കൃഷി ചെയ്യുന്നു. ഇപ്പം നമ്മൾ സാധാരണ പറയുന്നത് പോലെ ശരീരമാദ്യം കലു ധർമ്മസാധനം എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പം ശരീരമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കർമ്മം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ശരീരത്തിന് കർമ്മം ചെയ്യാനുള്ള ആ ഒരു ബലം ഉണ്ടാവണമെങ്കിൽ നല്ല രീതിയിലുള്ള ഫുഡ് നമുക്ക് കഴിച്ചേ പറ്റുകയുള്ളൂ. അപ്പോൾ അതിനനുസൃതമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും വിഷവിമുക്തമായി ജൈവ രീതിയിൽ തന്നെ ഇവിടെ കൃഷി ചെയ്ത് എടുക്കുന്നു. ചരലടങ്ങിയ വെട്ടുകൽ മണ്ണോ ചെമ്മണ്ണോ ആണ് മരച്ചീനി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. വിളവെടുത്തതിന് ശേഷം നടാനുള്ള തണ്ടുകൾ തണലുള്ള സ്ഥലത്ത് കുത്തനെ ചാരി വയ്ക്കണം. 1 ഹെക്ടറിൽ നടാൻ ഇത്തരം 2000 കമ്പുകൾ വേണ്ടിവരും. രോഗകീടബാധ ഇല്ലാത്ത തണ്ടുകളായിരിക്കണം ഉപയോഗിക്കേണ്ടത്. കിളച്ചോ ഉഴുതോ മണ്ണിളക്കി നിലമൊരുക്കിയ ശേഷം കുഴിയോ കൂനയോ എടുത്ത് 4 മുതൽ 6 സെന്റിമീറ്റർ വരെ മണ്ണിൽ താഴ്ന്നിരിക്കത്തക്ക വിധം കുത്തനെ നിരത്തിയാണ് നടുന്നത്. വളമായി ചാണകപ്പൊടി നിലമൊരുക്കുമ്പോൾ തന്നെ ചേർക്കാറുണ്ട്. മുള പൊട്ടി വന്ന ശേഷം മണ്ണ് കുറേശ്ശെ ഇളക്കി കളകൾ കളയുന്നു. ആദ്യ വളപ്രയോഗത്തിന് മുൻപ് കപ്പയുടെ തണ്ട് ചുവടുഭാഗത്തായി വട്ടത്തിൽ ചെറുതായി മുറിക്കാറുണ്ട്. ഇങ്ങനെ മുറിക്കുന്നത് മണ്ണിന്റെ കുറച്ചു മുകളിലായിരിക്കണം. മുറിച്ചു കഴിഞ്ഞ ഭാഗത്തിൽ കറ പോയ ശേഷം മണ്ണിട്ട് മൂടി വളം ചേർക്കുന്നു. കപ്പ പറിക്കുമ്പോൾ കപ്പത്തണ്ടിന്റെ മുറിച്ച ഭാഗത്ത് കപ്പ ഉണ്ടായതായി കാണാം. ഇതാണ് അധിക വിളവ്. സാധാരണയായി കപ്പച്ചെടിയുടെ അടിഭാഗത്തു മാത്രമേ കപ്പ ഉണ്ടാകുകയുള്ളൂ. എന്നാൽ ഇതിൽ മുറിക്കുന്ന ഭാഗത്തു നിന്നും കപ്പ മുളയ്ക്കുന്നതിനാൽ ഇരട്ടി വിളവ് ലഭിക്കുന്നു. കമ്പ് കുത്തി 15 ദിവസം കഴിഞ്ഞിട്ടും മുളയ്ക്കാത്ത കമ്പുകൾ മാറ്റി പകരം പുതിയവ നടുന്നു. പാറകൾ നിറഞ്ഞ ജലസേചന സൗകര്യം കുറഞ്ഞ പ്രദേശത്തും സുഗമമായി വളരുന്ന ചെടിയാണ് മരച്ചീനി. വിഷരഹിതമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം ഇവിടെ ഈ പച്ചക്കറികൾക്ക് വേണ്ടിയിട്ടുള്ള ജലസ്രോതസ് അതുപോലെ വളങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മുടെ ഈ കാണുന്ന ഭൂമിയുടെ താഴ്ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു നീരുറവയുണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ വലിയ രീതിക്ക് ആക്കി അതിൽ കൂടെ നമുക്ക് നല്ല രീതിക്ക് ഇവിടെ ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം നമുക്ക് അതിൽ കൂടെ കിട്ടുന്നുണ്ട്. വിഷരഹിതം എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഇവിടെ തന്നെ ശാന്തിയുടെ എനർജി ആൻഡ് എൻവിറോൺമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ വളങ്ങളുണ്ട്. ആ വളങ്ങളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഏഴില കഷായം, അതുപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റ്, ശാന്തിഗിരിയിൽ നിന്നും വരുന്ന ഫുഡ് വേസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ജൈവ വളങ്ങൾ, ഇതാണ് നമ്മൾ മെയിനായിട്ടും ഈ കൃഷികൾക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഈ നിലത്ത് നമ്മൾ നോക്കുമ്പം മണ്ണിരകൾ മുട്ടയിട്ടേക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. കാര്യം ഇവിടെ ആ രീതിയിൽ ഒരു വിഷങ്ങൾ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഈ പറയുന്ന മണ്ണിരകൾക്ക് ഈ കൃഷിസ്ഥലത്ത് തന്നെ വസിക്കാനായിട്ട് പറ്റുന്നത്. മരച്ചീനിയെ പ്രധാനമായി ബാധിക്കുന്നത് മൊസൈക്ക് രോഗമാണ്. ഇത് വൈറസ് ജന്യ രോഗമായതിനാൽ മുൻകരുതലുകളിലൂടെ മാത്രമേ നിയന്ത്രണം സാധിക്കുകയുള്ളൂ. രോഗപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ കണ്ടെത്തി കൃഷി ചെയ്യുന്നതാണ് ഉത്തമം. ഒരു വർഷത്തെ വിളയിൽ നിന്നും അടുത്ത വർഷത്തേക്കും ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്കും രോഗം വ്യാപിക്കുന്നതിനാൽ രോഗബാധയേറ്റ കമ്പുകൾ കണ്ടെത്തി ഒഴിവാക്കുന്നതാണ് ഉത്തമം. നമസ്കാരം. നമസ്കാരം. ചേട്ടാ, എന്താ പേര്? ശശി. ഇവിടെ ശാന്തിഗിരിയിൽ എത്ര നാളായി കൃഷി? ഞാൻ 15 വർഷം കൊണ്ട് ഇവിടെ കൃഷി നടത്തി. 15 വർഷത്തോളമായി. ഇവിടെ എന്താണ് പ്രധാനമായിട്ട് നോക്കുന്നത്? പ്രധാനമായിട്ട് കപ്പ, വാഴ, ചേന, ചേമ്പ്, ചെറുവള്ളി, കാച്ചിൽ, പച്ചക്കറി ഐറ്റംസ്, പടവലം, പാവൽ, എല്ലാ ഐറ്റംസും. ചേട്ടാ, ഇവിടെ ഈ കപ്പ കൃഷി എത്ര ഏക്കർ ചെയ്യുന്നുണ്ട്? കപ്പ 10 ഏക്കറോളം ഭൂമി.
മറ്റ് വിളകളൊക്കെ? മറ്റ് വിളകൾ ഒരു 7 ഏക്കറോളം ഉണ്ട്. 7 ഏക്കറോളം. അത് പടവലം അങ്ങനെ ഓരോന്നും വിശദീകരിച്ച് പറയാൻ പറ്റും? പടവലമുണ്ട്, പാവലുണ്ട്, ചേമ്പുണ്ട്, ചേനയുണ്ട്, പച്ചമുളകുണ്ട്, ഇഞ്ചിയുണ്ട്, അങ്ങനെ ഒരുപാട് ചെറിയ ഐറ്റംസ് ഉണ്ട്. കാബേജ് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട് ഈ കൃഷിയുടെ കാര്യങ്ങളെല്ലാം? കൃഷി ലേബേഴ്സായിട്ട് 12ഓളം പേരുണ്ട്. 12ഓളം പേരുണ്ട്. ഈ കപ്പയുടെ കൃഷി രീതികൾ എങ്ങനെയൊക്കെയാണ്? കപ്പ ആദ്യം നല്ല ഭൂമി ഭംഗിയായിട്ട് കിളച്ച് അടിസ്ഥാന വളമായിട്ട് ചാണകം, ചാമ്പൽ, ജൈവവളങ്ങൾ കൊടുത്തിട്ട് കൂട്ടി 6 മാസം കൊണ്ട് പരി വാങ്ങിയെടുക്കുന്ന രീതിയാണ് കപ്പയിട്ട്. ദിവസം എത്രത്തോളം കിട്ടും കപ്പ? ശരാശരി 500 കിലോ കപ്പ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. 500 കിലോ. ചേട്ടാ, ഈ കപ്പയുടെ വിപണനം എങ്ങനെയാണ്? ആശ്രമവാസികൾക്കും കൊടുക്കും, ബാക്കിയുള്ളത് അവിടെ പച്ചക്കറി സ്റ്റാളുണ്ട്, അവിടെ കൊടുക്കും. വർഷത്തിൽ 1500ഓളം മരിച്ചിനി ചെടികളിൽ നിന്നായി 6000 കിലോയോളം മരിച്ചിനി ഇവർ ഇവിടെ വിളയിച്ചെടുക്കുന്നു. ആശ്രമത്തിലെ ആവശ്യത്തിനുള്ളവ എടുത്തിട്ട് ബാക്കി ശാന്തിഗിരിയുടെ തന്നെ പച്ചക്കറി വിപണന കേന്ദ്രങ്ങളിലൂടെ വിപണനം നടത്തിവരുന്നു. വിളവെടുത്ത ശേഷം മരിച്ചിനിയുടെ ഇല ഉണക്കിപ്പൊടിച്ച് കാലിത്തീറ്റയായി ഉപയോഗിക്കുന്നു. ഈ ഇലയിൽ 20 മുതൽ 30% മാംസ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് കാലികൾക്ക് ഏറെ പ്രിയവുമാണ്. കൃഷിഭൂമിയിൽ 1 ഇഞ്ച് സ്ഥലം പോലും തരിശാക്കി കളയാതെ അത്തരം സ്ഥലങ്ങളിൽ തുളസിയും മറ്റ് ചെറിയ ഔഷധ ചെടികളും നട്ടുപിടിപ്പിക്കുന്നു. ഇങ്ങനെ വളരുന്ന തുളസി ആശ്രമത്തിലെ നിത്യപൂജയ്ക്കും ബാക്കി ഔഷധ നിർമ്മാണത്തിനുമായി ഉപയോഗിക്കുന്നു. മരിച്ചീനി കൃഷി മണ്ണൊലിപ്പിന്റെ ആക്കം കൂട്ടുമെന്നതിനാൽ ചരിവുള്ള ഇടങ്ങളിൽ കൃഷി ചെയ്യുമ്പോൾ ശരിയായ മണ്ണ് സംരക്ഷണ നടപടികൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ മണ്ണ് സംരക്ഷിക്കുന്നതിനും ജൈവിക വേലിയായും ഒടിച്ചുകുത്തി നാരകം കൃഷി ചെയ്തു വരുന്നു. വെള്ളം തേടി വളരെ ആഴത്തിൽ വരെ വേരുകൾ കടന്നു ചെല്ലുന്നതിനാൽ മണ്ണിൽ ഉറച്ച് മണ്ണൊലിപ്പ് തടയാൻ ഈ ചെടിക്ക് സാധിക്കും. 25 ഏക്കർ കരഭൂമിയിലെ മികച്ചൊരു ജൈവിക വേലി കൂടിയാണ് ധാരാളം മുള്ളുകളുള്ള ഈ നാരകച്ചെടി. കായ്ക്കുള്ളിൽ വിത്തുകൾ ഇല്ലാത്തതും കമ്പുകൾ മുറിച്ചു നട്ട് വംശവർധന നടത്താൻ കഴിയുന്നതുമായ ഒരു തരം നാരകമാണ് ഒടിച്ചുകുത്തി നാരകം. കാലഭേദമന്യേ എല്ലായ്പ്പോഴും പൂവിടുന്ന ഈ നാരകം അച്ചാർ, നാരങ്ങക്കറി, നാരങ്ങ വെള്ളത്തിനുമൊക്കെയായി ഉപയോഗിക്കുന്നു. ആദ്യം പച്ച നിറത്തിൽ കാണുന്ന ഈ നാരകം വിളഞ്ഞു പാകമാകുമ്പോൾ മഞ്ഞ നിറമാകുന്നു. പ്രകൃതിയിലെ സമ്പന്നമായ വൈവിധ്യങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് മനുഷ്യൻ. വൻമരങ്ങൾ മുതൽ സൂക്ഷ്മജീവികൾ വരെ അടങ്ങുന്ന വൈവിധ്യത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഈ തിരിച്ചറിവാണ് കേരള സർക്കാരിന്റെ ബയോഡൈവേഴ്സിറ്റി ബോർഡുമായി ചേർന്നുള്ള ജൈവ വൈവിധ്യ പ്രവർത്തനങ്ങളിലേക്ക് ശാന്തിഗിരി ആശ്രമത്തെ എത്തിച്ചത്. ജൈവ വൈവിധ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് ആശ്രമം വിവിധ പക്ഷിമൃഗാദികളുടെ സംരക്ഷണം ഏറ്റിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഒരുപാട് പക്ഷിമൃഗാദികൾ ഇവിടെ വരുന്നുണ്ട്, കൃഷിഭൂമിയിലേക്ക് വരുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടി ഒന്ന് പറയാൻ പറ്റുമോ? ഈ പക്ഷി മൃഗാദികൾ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു സഹജീവികളാണ്. അപ്പം പല രീതിയിൽ നമുക്ക് അത് ഗുണം ആകുന്നുണ്ട്. ഇപ്പം നമുക്ക് തേനീച്ചകൾ തേനുണ്ടെങ്കിലേ തേനീച്ചകൾ വരാറുള്ളൂ. അപ്പം അങ്ങനെയുള്ളൊരു അന്തരീക്ഷം നമുക്ക് ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. മയിലുകൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ തന്നെ മുട്ടയിട്ട് വിരിഞ്ഞ കുഞ്ഞുങ്ങളുമായി നടക്കുന്ന ധാരാളം മയിലുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ദേശാടന കിളികൾ. അപ്പം ആ ദേശാടന കിളികൾ ഇവിടെ വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു അന്തരീക്ഷത്തിന് അതുകൊണ്ട് വളരെയധികം ഗുണം കിട്ടുന്നുണ്ട്. അപ്പോൾ അവരിവിടെ വളരെ ചില ദേശാടന കിളികൾ വളരെ കാലം ഇവിടെ ഉണ്ടാവും, കുറച്ച് ചിലത് തിരിച്ചു പോകും. നിബിഡ വനങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ചെടികളും മരങ്ങളും കൃഷിഭൂമിയും ചേർന്നുള്ള ഈ പ്രദേശം വിവിധ ഇനം പക്ഷികൾ, ചിത്രശലഭങ്ങൾ, തേനീച്ചകൾ, ഉരകവർഗ്ഗങ്ങൾ എന്നിവ കൊണ്ട് സമ്പന്നമാണ്. മയിലിന്റെയും കുയിലിന്റെയും സർവ്വസാന്നിധ്യം ഈ മനോഹരമായ കുന്നിനെ ദൃശ്യശ്രവ്യ സാന്ദ്രമാക്കുന്നു. ശാന്തിഗിരിയിലെ ജൈവ വൈവിധ്യ സമൃദ്ധിയിൽ പച്ചക്കറികൾ മാത്രമല്ല ഉൽപ്പാദിപ്പിക്കുന്നത്, അതിലുപരി പക്ഷിമൃഗ പരിപാലനങ്ങളും ദേശാടന പക്ഷികളുടെ വരവേൽപ്പിന് വരെ ഈ ഭൂമി വിളനിലമാക്കുകയാണ്. ഈ കൃഷി രീതികളും സമ്പ്രദായങ്ങളും പുതിയ കർഷകർക്കും പ്രചോദനമാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.
ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിദേശ ഫലവർഗ വിളകളെക്കുറിച്ച് ശില്പശാല. ബാക്ടീരിയൽ വാട്ടം തടയാൻ പച്ചക്കറി ഒട്ടുതൈകൾ. കപ്പുതൈ നിർമ്മാണത്തിൽ പരിശീലനം. വിശദമായ വാർത്തകളിലേക്ക്. പത്തനംതിട്ട കാർഡ് കൃഷി വിജ്ഞാന കേന്ദ്രം നബാർഡിൻ്റെയും നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 7, 8 തീയതികളിൽ ഉഷ്ണമേഖല, വിദേശ ഫലവർഗ്ഗങ്ങൾ, ഉൽപ്പാദനം, പ്രതിസന്ധികൾ, സാധ്യതകൾ എന്നീ വിഷയത്തെക്കുറിച്ച് ഫലം 2014 എന്ന പേരിൽ സംസ്ഥാനതല ശില്പശാല സംഘടിപ്പിക്കുന്നു. റംബ്യൂട്ടാൻ, മംഗോസ്റ്റിൻ തുടങ്ങിയ ഫലവർഗ്ഗങ്ങളുടെ കൃഷിയും പരിപാലനവും വിവിധ സാങ്കേതിക വിദ്യകളും കർഷകരെ പരിചയപ്പെടുത്തുക എന്നതാണ് ശില്പശാലയുടെ ലക്ഷ്യം. ശില്പശാലയിൽ പങ്കെടുക്കാൻ ഈ മാസം 31-നകം 500 രൂപ DD എടുത്ത് അപേക്ഷ സമർപ്പിക്കണം. രജിസ്ട്രേഷൻ ഫോം ലഭ്യമാകുന്നതിന് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.kvkcard.org. ഫോൺ നമ്പർ 04692662 പച്ചക്കറി തൈകളിലെ ബാക്ടീരിയൽ വാട്ടം ഫലപ്രദമായി നിയന്ത്രിക്കാൻ ഗ്രാഫ്റ്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്താമെന്ന് കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തിയിലെ ഗവേഷണ കേന്ദ്രത്തിലെ പരീക്ഷണങ്ങളിൽ തെളിഞ്ഞു. വഴുതനയിലും മുളകിലും തക്കാളിയിലുമുള്ള വാട്ടരോഗ പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളിൽ ഗ്രാഫ്റ്റ് ചെയ്ത് രോഗങ്ങളെ ചെറുക്കാം. വാട്ടരോഗവും നിമവിര ബാധയും നേരിടാൻ കഴിയുന്ന ചുണ്ടയിൽ ഗ്രാഫ്റ്റ് ചെയ്ത തക്കാളി, വഴുതന, മുളക് എന്നിവയുടെ ഗ്രാഫ്റ്റ് തൈകൾ മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ 04872370 കൂത്തുപറമ്പ് വിഷൻ ഗ്രീൻ എർത്ത് മൂവ്മെന്റ് സൊസൈറ്റിയും ടീച്ചേഴ്സ് ഫോർ സയൻസും ചേർന്ന് വിദ്യാർത്ഥികളിൽ ജൈവ കൃഷി അവബോധം വളർത്തുന്നതിനായി പുതുയുഗ കൃഷി അവാർഡ് നൽകുന്നു. തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലയിലെ UP, ഹൈസ്കൂൾ എന്നിവയ്ക്ക് പങ്കെടുക്കാം. വിജയികൾക്ക് 10,000, 5,000, 3,000 രൂപ വീതം നൽകും. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. 9567034879. മറ്റൊരു ഫോൺ നമ്പർ 9447686476. പടന്നക്കാട് കാർഷിക കോളേജ് ഫാമിൽ കീടങ്ങളെ ആകർഷിച്ച് നശിപ്പിക്കുന്ന കെണികൾ, സൂക്ഷ്മ മൂലകങ്ങളടങ്ങിയ അയർ, ട്രൈക്കോഡെർമ, സ്യൂഡോമോണസ് തുടങ്ങിയവ ലഭ്യമാണ്. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 0467228269. റബ്ബർ കപ്പ് തൈകളുടെ ഉൽപ്പാദനത്തിൽ റബ്ബർ ബോർഡ് 2014 ഓഗസ്റ്റ് 12-ന് ഏകദിന പരിശീലനം സംഘടിപ്പിക്കുന്നു. 400 രൂപയാണ് ഫീസ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. 04812351 റബ്ബർ മരങ്ങൾക്കുണ്ടാകുന്ന അകാലിക ഇലകൊഴിച്ചിലിനെതിരെ ഫലപ്രദമായി സ്പ്രേയിംഗ് നടത്താൻ പറ്റുന്ന മിനി ട്രാക്ടർ മൗണ്ടഡ് മിസ്റ്റ് ബ്ലോവർ വികസിപ്പിച്ചെടുത്തു. ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രവും ആസ്പിയും ചേർന്നാണ് ബ്ലോവർ വികസിപ്പിച്ചെടുത്തത്. 100 അടിയിലധികം ഉയരത്തിൽ കുമിൾനാശിനി എത്തിക്കുന്നതിനുള്ള കഴിവ് ഈ സ്പ്രേയറിനുണ്ട്. കൂടുതൽ അറിയാൻ റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക www.rubberboard.com. പത്തനംതിട്ട പുറമറ്റം കൃഷിഭവൻ പരിധിയിൽ വിവിധ കൃഷി പദ്ധതികൾക്ക് അപേക്ഷ ക്ഷണിച്ചു. കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടണം. കോഴിക്കോട് ചെറുവണ്ണൻ പഞ്ചായത്തിലെ കൃഷിക്കാർ കുരുമുളക് സമിതിയിൽ അംഗത്വമെടുക്കുന്നതിന് ഓഗസ്റ്റ് 1 മുതൽ 14 വരെയുള്ള തീയതികളിൽ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി ക്വിൻ്റലിന് 15,350 രൂപ, തൃശൂർ 15,450 രൂപ, കൊപ്ര കൊച്ചി 10,600 രൂപ, തൃശൂർ 10,365 രൂപ, കുരുമുളക് അൺഗാബിൾഡ് 72,000 രൂപ, കുരുമുളക് ഗാബിൾഡ് 75,000 രൂപ, ചുക്ക് മീഡിയം 31,000 രൂപ, ബെസ്റ്റ് 32,500 രൂപ, മഞ്ഞൾ സേലം 7,000 രൂപ, ഈറോഡ് 7,200 രൂപ, അടയ്ക്ക പുതിയത് 26,000 രൂപ മുതൽ 27,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 13,050 രൂപ, RSS 4 ഗ്രേഡ് 13,700 രൂപ, കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 13,100 രൂപ, RSS 4 ഗ്രേഡ് 13,800 രൂപ.
കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 15,350 രൂപ, കൊപ്ര 10,600 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,200 രൂപ, റോട്ടറി 3,000 രൂപ, കുരുമുളക് അൺഗാബിൾഡ് 72,000 രൂപ, ഗാബിൾഡ് 75,000 രൂപ, ചുക്ക് മീഡിയം 31,000 രൂപ, ബെസ്റ്റ് 32,500 രൂപ, മഞ്ഞൾ നാടൻ 6,200 രൂപ, അടയ്ക്ക പുതിയത് 26,000 രൂപ മുതൽ 27,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 225 രൂപ മുതൽ 275 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 450 രൂപ മുതൽ 475 രൂപ വരെ. ജാതിപത്രി 750 രൂപ മുതൽ 900 രൂപ വരെ. ഗ്രാമ്പു 900 രൂപ മുതൽ 1,025 രൂപ വരെ. റബ്ബർ RSS 5 ഗ്രേഡ് 13,050 രൂപ. റബ്ബർ RSS 4 ഗ്രേഡ് 13,700 രൂപ. ഒട്ടുപാൽ 8,700 രൂപ. ലാറ്റക്സ് 9,800 രൂപ. കമ്പോള അവലോകനം. രാജ്യാന്തര റബ്ബർ വിലയിലുണ്ടായ മുന്നേറ്റം ആഗോള റബ്ബർ ഉൽപ്പാദന രാജ്യങ്ങളിൽ ചലനമുണ്ടാക്കി. ജപ്പാനിൽ നിരക്ക് കുതിച്ചത് കണ്ട് ഇന്ത്യൻ വ്യവസായികൾ വില ഉയർത്തി കൊട്ടേഷൻ ഇറക്കി. 13,650 വരെ ഇടിഞ്ഞ 4ാം ഗ്രേഡ് ഇതോടെ 13,800 ഉയർന്നു. ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഷീറ്റ് നീക്കം കുറവാണ്. ജപ്പാൻ നാണയത്തിന്റെ മൂല്യത്തിലുണ്ടായ ഇടിവാണ് റബ്ബറിന് അനുകൂലമായത്. തമിഴ്നാട്ടിലെ പ്രമുഖ എണ്ണ മാർക്കറ്റുകളിൽ അനുഭവപ്പെട്ട വിലയിടിവ് മില്ലുകാരെ പരിഭ്രാന്തരാക്കി. അവിടെ വെളിച്ചെണ്ണയ്ക്ക് 200 രൂപ കുറഞ്ഞെങ്കിലും കൊച്ചി, തൃശൂർ മാർക്കറ്റുകളിൽ 50 രൂപയുടെ നേട്ടം വെളിച്ചെണ്ണ കൈവരിച്ചു. കോഴിക്കോട് വിപണി ഇന്ന് പ്രവർത്തിച്ചില്ല. ഉത്തരേന്ത്യൻ ഇടപാടുകാർ പെരുന്നാൾ ആഘോഷങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചതിനാൽ സുഗന്ധവ്യഞ്ജന വിപണിയിൽ ഇടപാടുകളുടെ തോത് കുറഞ്ഞു. ഇതുമൂലം കുരുമുളക്, ചുക്ക്, മഞ്ഞൾ, ജാതിക്ക വിലകളിൽ കാര്യമായ മാറ്റമില്ല. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 31.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2. കോഴിക്കോട് 30.5 24. കൊച്ചി 30 26. ആലപ്പുഴ 30 25.1. പുനലൂർ 30.8 22.5. തിരുവനന്തപുരം 30 24.8 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.